പോലീസുകാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ആഡ് ആന്റണിയുടെ വിധി ഇന്ന് പറയും. പോലീസ് ഡ്രൈവറായിരുന്ന മണിയംപിള്ളയെ കൊലപ്പെടുത്തിയ കേസിൽ ജില്ലാ ജഡ്ജി ജോർജ് മാത്യു ആണ് വിധി പറയുന്നത്. കഴിഞ്ഞ 15-ന് വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഒരു മാസം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷം കഴിഞ്ഞ 15-ന് കേസ് പരിഗണിച്ച കോടതിയാണ് അന്തിമ വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ മാസം 14-ന് തുടങ്ങി ഈ മാസം 8-ന് വിചാരണ പൂർത്തിയാക്കിയ കേസിൽ 30 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. 72 രേഖകളും 38 തൊണ്ടിമുതലും കോടതിയിൽ ഹാജരാക്കി. കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജി മോഹൻരാജ് കോടതിയിൽ ആവശ്യപ്പെട്ടു. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ജോർജ് മാത്യുവാണ് കേസിൽ വിധി പ്രസ്താവിക്കുന്നത്. 2012 ജൂൺ 26-ന് രാത്രിയായിരുന്നു വാഹന പരിശോധനയ്ക്കിടെ പോലീസ് ഡ്രൈവറായ മണിയംപിള്ളയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ആഡ് ആന്റണി രക്ഷപ്പെട്ടത്. കൊല്ലം പാരിപ്പതിന് ശേഷം വാനിൽ വന്ന ആഡ് ആന്റണിയെ ഗ്രേഡ് SI ജോയിയും മണിയംപിള്ളയും ചേർന്ന് വാഹനം തടഞ്ഞ് പരിശോധിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. വാനിൽ കിടന്ന കമ്പിപ്പാറയെടുത്ത് ആന്റണി SIയെയും മണിയംപിള്ളയെയും കുത്തി. തലനാരിഴയ്ക്കാണ് SI ജോയി മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് കടന്നുകളഞ്ഞ ആഡ് ആന്റണിയെ 3.5 വർഷത്തിനു ശേഷമാണ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. യമനിൽ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ടോം ഉഴുന്നാലിനെ മർദ്ദിക്കുന്ന വീഡിയോ വൈറലാകുന്നു. നരച്ച താടിയും മുടിയും നീട്ടി വളർത്തിയ വൈദികനെ കണ്ണുകെട്ടി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. യമനിലെ ഏദനിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിനെ മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. നരച്ച താടിയും മുടിയും നീട്ടി അവശനിലയിലായ അദ്ദേഹത്തെ തുണികൊണ്ട് കണ്ണുകെട്ടി മർദ്ദിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കാണ് ദൃശ്യങ്ങൾ ലഭിച്ചതെന്നാണ് സൂചന. വൈദികന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഫാദർ ടോം ഉഴുന്നാൽ ജീവിച്ചിരിക്കുന്നുവെന്ന് ആശ്വാസം നൽകുന്നതാണ് വീഡിയോയെങ്കിലും ഇദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത് എവിടെയെന്നോ നിലവിലെ അവസ്ഥ എന്താണെന്നോ വ്യക്തമല്ല. അദ്ദേഹത്തെ ദുഃഖവെള്ളിയാഴ്ച ദിവസം കുരിശിലേറ്റുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും ഇതെല്ലാം തെറ്റാണെന്ന ഔദ്യോഗിക സ്ഥിരീകരണം പിന്നീട് ഉണ്ടാകുകയും ചെയ്തിരുന്നു. ഇക്കൊല്ലം മാർച്ച് 4-നാണ് വൈദികനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ഇവിടുത്തെ സെലീഷ്യൻ സമൂഹത്തിലെ ക്ലിനിക്കിൽ നിന്ന് ഒപ്പമുണ്ടായിരുന്ന 12 പേരെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് ഫാദർ ടോം ഉഴുന്നാലിനെ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ന്യൂസ് ഡെസ്ക്. പശുവിന്റെ തോല് വിൽപ്പന നടത്തിയെന്ന് ആരോപിച്ച് ദളിത് യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗുജറാത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗുജറാത്തിൽ 7 ദളിത് യുവാക്കൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പ്രതിഷേധക്കാർ രാജ്കോട്ടിൽ 2 ട്രാൻസ്പോർട്ട് ബസ്സുകൾ അഗ്നിക്കിരയാക്കുകയും ജാംനഗറിൽ ഒരു ബസ് ആക്രമിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാജ്കോട്ടിനെയും പോർബന്തറിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഇവർ മണിക്കൂറുകളോളം ഉപരോധിച്ചിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് സംഭവത്തെക്കുറിച്ച് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് അന്വേഷിക്കണമെന്നും ആക്രമണത്തിന് ഇരയായവരുടെ ചികിത്സാ ചിലവ് ഗുജറാത്ത് സർക്കാർ ഏറ്റെടുക്കുമെന്നും വ്യക്തമാക്കി. കേസിന്റെ വിചാരണ എളുപ്പത്തിലാക്കുന്നതിനായി പ്രത്യേക കോടതി രൂപീകരിക്കുമെന്നും ഗുജറാത്ത് മുഖ്യമന്ത്രി ആനന്ദിബെൻ അറിയിച്ചു. കഴിഞ്ഞയാഴ്ചയാണ് അഹമ്മദാബാദിൽ നിന്നും 360 കിലോമീറ്റർ അകലെയുള്ള ഉന എന്ന ഗ്രാമത്തിൽ പ്രതിഷേധത്തിന് ആധാരമായ സംഭവം നടന്നത്. 4 ദളിത് യുവാക്കളെ RSSകാർ ഒരു വാഹനത്തിൽ കെട്ടിയിട്ട് നഗ്നരാക്കിയ ശേഷം മർദ്ദിക്കുകയായിരുന്നു. ഇവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അത് പിന്നീട് മുന്നറിയിപ്പ് എന്ന നിലയിൽ ഓൺലൈനിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഈ വീഡിയോ വൈറലായതോടെ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു. തുടർന്ന് വീഡിയോയിൽ കാണുന്ന 8 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ചത്ത പശുവിന്റെ തൊലിയാണ് തങ്ങൾ എടുത്തതെന്നാണ് ആക്രമണത്തിനിരയായ ദളിത് യുവാക്കൾ പറയുന്നത്. രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് RSS നടത്തിയ ദളിത് വേട്ട സംസ്ഥാനത്ത് ദളിതർക്കിടയിൽ ശക്തമായ RSS വിരുദ്ധ വികാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ് എംപിമാരുമായി പാർലമെന്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തും. സുധീരനെ പിന്തുണച്ചുള്ള ഹൈക്കമാൻഡ് നിലപാടിലെ അതൃപ്തി എംപിമാർ കോൺഗ്രസ് ഉപാധ്യക്ഷനെ അറിയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC നേതൃമാറ്റം അനിവാര്യമാണെന്നും എംപിമാർ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടും. കേരളത്തിലെ പാർട്ടി പുനഃസംഘടനയ്ക്ക് മുന്നോടിയായാണ് കോൺഗ്രസ് എംപിമാരുമായി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വച്ച് കൂടിക്കാഴ്ച നടത്തുന്നത്. VM സുധീറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച AI ഗ്രൂപ്പുകൾക്കെതിരെ കടുത്ത വിമർശനമുയർത്തിയ ഉപാധ്യക്ഷന്റെ നിലപാടിലെ അതൃപ്തി എംപിമാർ രാഹുലിനെ നേരിട്ട് ധരിപ്പിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന് KPCC നേതൃമാറ്റം അനിവാര്യമാണെന്ന ഗ്രൂപ്പ് നേതാക്കളുടെ നിലപാട് എംപിമാർ രാഹുലിന് മുമ്പാകെ ആവർത്തിക്കും. പരസ്യ പ്രസ്താവന ഒഴിവാക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം KPCC അധ്യക്ഷൻ തന്നെ മറികടന്നതിലെ അമർഷവും എംപിമാർ രാഹുൽ ഗാന്ധി മുമ്പാകെ വ്യക്തമാക്കും. നേരത്തെ സുധീറിനെ പിന്തുണച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിലെ അതൃപ്തി AI ഗ്രൂപ്പ് നേതാക്കൾ സോണിയാഗാന്ധിയെ അറിയിച്ചിരുന്നു. എന്നാൽ AICC പുനഃസംഘടന നടക്കാനിരിക്കെ തിടുക്കപ്പെട്ടിപ്പോൾ KPCC നേതൃമാറ്റം വേണ്ടെന്ന തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ്. ഗ്രൂപ്പ് അതിപ്രസരം ഒഴിവാക്കാൻ ഉന്നതാധികാര സമിതികൾ രൂപീകരിക്കാനുള്ള ഹൈക്കമാൻഡ് നിർദ്ദേശത്തിലെ നിലപാടും എംപിമാർ രാഹുൽ ഗാന്ധി മുമ്പാകെ വ്യക്തമാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി.
നിയമസഭാ നടപടിക്രമങ്ങൾ സമയക്രമം പാലിച്ച് നടപ്പാക്കി 14ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം മാതൃകയായി. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ കണിശതയോട് ഭരണപ്രതിപക്ഷാംഗങ്ങൾ സഹകരിച്ചതോടെയാണ് കൃത്യസമയത്ത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. പുതിയ അംഗങ്ങളുടെ മികച്ച പ്രകടനവും നിയമസഭയ്ക്ക് കരുത്തായി. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ ക്ഷോഭിക്കേണ്ട കാര്യമില്ല. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ ഈ കണിശതയാണ് നിയമസഭയുടെ സമയം ശരിയാക്കിയത്. അനന്തമായി നീളുന്ന സഭാപ്രസംഗങ്ങൾക്ക് വിട. അനുവദിച്ച സമയത്തിന് 1 മിനിറ്റ് മുമ്പ് സ്പീക്കർ ബെൽ മുഴക്കും. അടുത്ത ബെല്ലിൽ പ്രസംഗം അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പ്. മുൻ മുഖ്യമന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും മുതിർന്ന അംഗങ്ങളും ഒപ്പം നവാഗതരും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സഹകരിച്ചതോടെ സഭയുടെ ഘടികാരം കൃത്യസമയം പാലിച്ചു. നമ്മളൊരു കാർക്കശ്യം പ്രകടിപ്പിക്കുകയോ ആരെയും പരിധി വിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുകയൊന്നും ചെയ്തിട്ടില്ല. സ്വമേധയോ രൂപപ്പെട്ട് വരികയാണിത്. അതിന് കക്ഷി നേതാക്കളുടെ നല്ല പിന്തുണ ലഭിച്ചു. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും നല്ല നിസ്സീമമായ സഹകരണം ലഭിച്ചു. അതിനാവശ്യമായ ഒരു മുന്നൊരുക്കം പ്രവർത്തനം നടത്തിയപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടായി. 44 പുതിയ അംഗങ്ങളും ഒന്നിനൊന്ന് മികവോടെ സഭാ നടപടികളിൽ ഇടപെട്ടതും ആദ്യ സമ്മേളനത്തിന്റെ കരുത്തായി. അവതരണാനുമതി നേടിയ 2 അനൌദ്യോഗിക ബില്ലുകളും പുതിയ അംഗങ്ങളാണ് സഭയുടെ പരിഗണനയ്ക്ക് എത്തിച്ചത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ, സ്പീക്കർ തെരഞ്ഞെടുപ്പ്, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം, പുതുക്കിയ ബജറ്റ്, വോട്ട് ഓൺ അക്കൗണ്ട്, അയോഗ്യതാ നീക്കം ചെയ്യൽ ബിൽ, ധനകാര്യ ബിൽ, അർത്ഥവത്തായ ചർച്ചകൾ. ഇതാണ് ആദ്യ നിയമസഭാ സമ്മേളനത്തിന്റെ പൊതുചിത്രം. MR സജേഷ്, തിരുവനന്തപുരം. കശ്മീർ വിഷയം ഇന്നും ലോക്സഭയെ ചൂടുപിടിപ്പിക്കും. വിഷയത്തിൽ ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ചർച്ച നടത്തും. അരുണാചലിലും ഉത്തരാഖണ്ഡിലും സർക്കാരുകളെ പിരിച്ചുവിട്ട നടപടിയിൽ കോൺഗ്രസ് BJP പോര് ഇന്നും മൂർച്ഛിക്കും. അതേസമയം ഇന്ന് കോൺഗ്രസ് പോഷക സംഘടനകൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നുമുണ്ട്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി. ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ഹിലരി ക്ലിന്റൺ ആണ് ട്രംപിന്റെ എതിരാളി. മുസ്ലിങ്ങൾക്കെതിരെയും അമേരിക്കയിലെ കുടിയേറ്റക്കാർക്കെതിരെയും ഒക്കെ സ്വീകരിച്ച തീവ്ര നിലപാടുകളുടെ പേരിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി ട്രംപിന്റെ സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. അതേസമയം ട്രംപിനെതിരായ പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം ഏതാനും സ്ത്രീകൾ ട്രംപിനെതിരെ വിവസ്ത്രരായി പ്രതിഷേധിച്ചിരുന്നു. മുല്ലപ്പെരിയാർ പുതിയ ഡാം നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് കർഷകരുടെ നേതൃത്വത്തിൽ ഗൂഡല്ലൂരിൽ ഉപവാസ സമരം നടത്തുന്നു. ഗൂഡല്ലൂർ പഴയ ബസ് സ്റ്റാൻഡിനകത്താണ് ഉപവാസം. തമിഴ്നാട് കർഷക സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് P. പാണ്ഡ്യന്റെ നേതൃത്വത്തിലാണ് ഉപവാസം. രാവിലെ 10 മുതൽ 5 വരെയാണ് ഉപവാസം നടക്കുന്നത്. പുതിയ ഡാം നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നീക്കം ഉപേക്ഷിക്കണം, ജലനിരപ്പ് 152 അടിയായി ഉയർത്തുക, ഡാമിന്റെ സുരക്ഷിതത്വം കേന്ദ്രസേനയെ ഏൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം. മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പുതിയ ഡാം നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറണമെന്ന് കർഷക സംഘടനകളുടെ ആവശ്യം. പീപ്പിൾ ഇംപാക്ട്. ഗാന്ധിനഗർ കരുത്തല കോളനിയിലെ കനാൽ പുറമ്പോക്കിൽ വസിക്കുന്ന നിർധന കുടുംബത്തിന് സുരക്ഷിതമായ വീട് നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ MG രാജമാണിക്യം. വിവാഹപ്രായമെത്തിയ പെൺകുട്ടി ഉൾപ്പെടുന്ന കുടുംബം കഴിയുന്ന വാതിൽ പോലുമില്ലാത്ത വീട് കളക്ടർ സന്ദർശിച്ചു. ജിഷയുടെ അനുഭവം ഇനി ആർക്കും ഉണ്ടാകരുതെന്ന് കർക്കശ നിലപാടുള്ള സർക്കാരിന്റെ സഹായത്തോടെ ഇവരെ വേഗത്തിൽ പുനരധിവസിപ്പിക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. വീട് ചോർന്നൊലിക്കുന്നതിനൊപ്പം പേരണ്ടൂർ കനാലിലെ അഴുക്കുവെള്ളവും അകം നിറയ്ക്കുന്ന അവസ്ഥയിലാണ് വൃദ്ധരും രോഗികളുമായ രക്ഷിതാക്കൾക്കൊപ്പം ഈ പെൺകുട്ടിയും ഇവിടെ നരകിച്ച് കഴിയുന്നത്. കനാൽ പുറമ്പോക്കിലെ ഈ വീട്ടിലേക്കുള്ള വഴി റെയിൽവേ അടയ്ക്കുന്നതോടെ വഴിയും കുടിവെള്ളവും ഇവർക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ദയനീയാവസ്ഥയെക്കുറിച്ച് കൈരളി പീപ്പിൾ TV നൽകിയ വാർത്താ ശ്രദ്ധയിൽപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ MG രാജമാണിക്യം സ്ഥിതി നേരിൽ കണ്ടറിഞ്ഞു. വർഷങ്ങളായുള്ള ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് കളക്ടർ പറഞ്ഞു. ചെയ്യാനായിട്ട് ഇത് ചെയ്യാം, ഗവൺമെന്റുമായിട്ട് അത് ആലോചിക്കേണ്ടിയിരിക്കും. പക്ഷേ തൽക്കാലം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വഴിയെങ്കിലും അടയ്ക്കാതെ ഇവർക്ക് പോകാനുള്ള സൗകര്യവും പിന്നെ അവർ വേറെ എവിടെയും റീലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതും കൂടി നമുക്ക് ആലോചിക്കാം. ഗവൺമെന്റുമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം. ഉറപ്പായിട്ടും എന്തെങ്കിലും ചെയ്യാം നമുക്ക്. കളക്ടറുടെ ഉറപ്പിൽ ഏറെ സന്തോഷത്തിലാണിവർ. വേഗം തരികയാണെങ്കിൽ അത്രയും നല്ലതാണ് മോനെ. അത്രയും കഷ്ടപ്പാടിലാണ് ഞങ്ങൾ കിടക്കണത്. ഒരു നിവൃത്തിയുമില്ല. ഞങ്ങൾ ഓർത്തില്ല ഞങ്ങളുടെ വീടിൻ്റെ അവിടം വരെ വരുമെന്ന കരിയൂരും ചവിട്ടി.
പക്ഷേ വലിയ ഉപകാരം മക്കൾ കൊണ്ടുവന്നതിന് നന്ദിയുണ്ട്. ശ്വാസമുട്ട് രോഗമുള്ള 63കാരനായ കണ്ണന് ചെരുപ്പ് കുത്തി കിട്ടുന്നതുകൊണ്ടാണ് ഈ കുടുംബം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത്. വൃക്ക സംബന്ധമായ അസുഖത്താൽ നിത്യരോഗിയായ അമ്മ ഫിലോമിനയെ തനിച്ചാക്കി ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് മകൾ ജ്യോതിക്കുള്ളത്. കലക്ടറുടെ സന്ദർശനവും വാഗ്ദാനവും ഇവർക്ക് നൽകുന്ന ആശ്വാസം ഏറെ വലുതാണ്. ഇനി നൽകിയ വാഗ്ദാനം കാലതാമസം കൂടാതെ നടപ്പാക്കുകയാണ് വേണ്ടത്. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. തിരികെ വാർത്തയിലേക്ക്. വേനൽക്കാലത്തെ കടുത്ത വരൾച്ചയും വർഷകാലത്തെ മഴക്കുറവും കാരണം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് വയനാട് പുൽപ്പള്ളിയിലെ കാർഷിക മേഖല. മഴക്കാലം ആരംഭിക്കുമ്പോൾ കൃഷിയിറക്കേണ്ട 100 കണക്കിന് ഹെക്ടർ നെൽവയലാണ് ഇവിടെ ഇപ്പോൾ തരിശായി കിടക്കുന്നത്. വനത്തോട് ചേർന്ന പ്രദേശമാണ് പുൽപ്പള്ളി പഞ്ചായത്തിലെ കണ്ടാമല. വന്യമൃഗശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ. രാത്രിയോ പകലോ എന്നില്ലാതെ വന്യമൃഗങ്ങൾ നാട്ടിലുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഏറെ നഷ്ടം സഹിച്ചിട്ടും കർഷകർ കൃഷിയിറക്കി. എന്നാൽ ഇനി അതിനാകില്ലെന്നാണ് കർഷകർ പറയുന്നത്. നെൽകൃഷി മുതൽ എല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയാണ്. അത് കൃഷിയെടുക്കാൻ വേണ്ടി കണ്ടം ഉഴുത് എല്ലാം റെഡിയാക്കി. പക്ഷേ ഇപ്പോഴത്തെ ശല്യം വീടുകളിലേക്കും കൂടെ കയറി തുടങ്ങി. ഈ ഭാഗം കംപ്ലീറ്റ് ഉഴുത സ്ഥലം കൂടെ ഒഴിവാക്കി ജനങ്ങൾ മാറിയിരിക്കുകയാണ്. വിളവെടുക്കാനാവാതെ കൃഷിയിറക്കുന്നവരുടെ ജീവനും സ്വത്തിനും ഒരുപോലെ ഭീഷണിയായിരിക്കുകയാണ് ഇപ്പോൾ ആനയും പന്നിയുമെല്ലാം. ആനകളെയും മൃഗങ്ങളെയും കാട്ടുമൃഗങ്ങളെയും സംരക്ഷിക്കാൻ നിയമമുണ്ട്. കർഷകരെ സംരക്ഷിക്കാൻ നിയമങ്ങളില്ല ഇപ്പോൾ. അതാണ് അവർക്ക് കിട്ടുന്നത്. കുറച്ച് കീടനാശിനിയും കിട്ടും, വേനൽക്കാലത്ത് കുറച്ച് രാസവളവും കിട്ടും. അതുകൊണ്ട് കർഷകൻ്റെ ഒന്നും ആകുന്നില്ല. പാടശേഖര സമിതികളുടെ നേതൃത്വത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളിലാണ് ഇവിടുത്തെ കർഷകർ. ന്യൂസ് ബ്യൂറോ, വയനാട്. യാക്കോബായ സഭയുടെ കോട്ടയം ഭദ്രാസന കൗൺസിൽ പിരിച്ചുവിടണമെന്ന് പരമാധ്യക്ഷൻ പാത്രിയാർക്കീസ് ബാവ. പുതിയ കൗൺസിൽ രൂപീകരിച്ച് സ്വത്തുക്കൾ കൈമാറണമെന്നും ആഗമന സുറിയാനി സഭ പരമാധ്യക്ഷന്റെ ഉത്തരവ്. യാക്കോബായ സഭയുടെ കോട്ടയം ഭദ്രാസന കൗൺസിൽ പിരിച്ചുവിട്ട് പുതിയ കൗൺസിൽ തിരഞ്ഞെടുക്കണമെന്നാണ് സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാബ പുറപ്പെടുവിച്ച കൽപ്പനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സഭയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ നാളായി കോട്ടയം ഭദ്രാസന കൗൺസിലിൽ തർക്കം രൂക്ഷമായിരുന്നു. ഇതിന് പിന്നാലെ ആരോപണങ്ങളും കടുത്തതോടെയാണ് കോട്ടയം ഭദ്രാസനാധിപൻ തോമസ് മാർ തീമിത്തിയോസ് മെത്രാപ്പൊലീത്തയെ സ്ഥാനത്ത് നിന്നും നീക്കിക്കൊണ്ട് യാക്കോബായ സുറിയാനി സഭാധ്യക്ഷൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ഭാവ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാതെ കോട്ടയം ഭദ്രാസനാധിപൻ ആഗമന സുറിയാനി സഭയുടെ പരമാധ്യക്ഷനെ സമീപിച്ച് സ്റ്റേ വാങ്ങി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാത്രിയാർക്കീസ് ബാവ വിഷയം പഠിക്കുവാൻ 5 അംഗ സമിതിയെ നിയോഗിച്ചു. ഈ സമിതിയുടെ അന്വേഷണത്തെ തുടർന്നാണ് ഇപ്പോഴത്തെ നടപടി. സ്വത്തുക്കൾ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ സഭാ കൌൺസിലിന് കൈമാറണമെന്നും കൽപ്പനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പോലീസ് വകുപ്പിലെ വാഹനങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായി ഡ്രൈവർമാരില്ലാത്തത് പോലീസിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നതായി ആക്ഷേപം. മുൻ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാന പോലീസിലെ ഡ്രൈവർമാരുടെ ഒഴിവുകൾ യഥാസമയം PSCക്ക് റിപ്പോർട്ട് ചെയ്യാതിരുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന പോലീസിൽ ജീപ്പുകൾ, ബസ്സുകൾ, കാറുകൾ, വജ്ര, ജലപീരങ്കി, മേലുദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ തുടങ്ങി 2000-ലധികം വാഹനങ്ങളാണ് ഉള്ളത്. നിലവിൽ 5 വാഹനങ്ങൾക്ക് ഒരു ഡ്രൈവർ എന്നതാണ് ഏകദേശ അനുപാതം. ഈ സാഹചര്യമുള്ളതിനാൽ ഡ്രൈവർമാർക്ക് ജോലിഭാരം വർദ്ധിക്കുക മാത്രമല്ല അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും ഡ്രൈവർമാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഡ്രൈവർമാരുടെ എണ്ണത്തിലെ കുറവ് കാരണം പലർക്കും അവധിയും ലഭിക്കാറുമില്ല. ഔദ്യോഗിക കണക്കനുസരിച്ച് പോലീസിൽ ഡ്രൈവർമാരുടെ 100 കണക്കിന് ഒഴിവുകളാണ് നികത്താനുള്ളത്. അതേസമയം മുൻ സർക്കാരിൻ്റെ കാലത്ത് ഒഴിവുകൾ യഥാസമയം PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിയ അനാസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും ആക്ഷേപമുണ്ട്. പല പോലീസ് സ്റ്റേഷനുകളിലുമുള്ള ഡ്രൈവർ അവധിയെടുത്താൽ സ്റ്റേഷൻ ഓഫീസർമാർക്ക് ജീപ്പ് ഓടിക്കേണ്ട സ്ഥിതിയും കുറവല്ല. കൂടാതെ നിലവിൽ ചില പോലീസ് സ്റ്റേഷനുകളിൽ ഹോംഗാർഡുകളും പാറാവുകാരും പോലീസ് വാഹനം ഓടിക്കുന്നു എന്നതും പതിവായിരിക്കുന്നു. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാൻ മാത്രം ലൈസൻസ് ഉള്ളവർ പോലും വലിയ വാഹനങ്ങൾ ഓടിക്കുന്നതും ആശങ്കയ്ക്ക് കാരണമായിരിക്കുകയാണ്. പുതിയ വാഹനങ്ങളെക്കുറിച്ചുള്ള സാങ്കേതിക പരിജ്ഞാനക്കുറവ് മൂലം ഇവർ ഓടിക്കുന്ന വാഹനങ്ങൾക്ക് അടിക്കടി അറ്റകുറ്റപ്പണി വേണ്ടിവരുന്നതായി ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് പോലീസ് വാഹനങ്ങളുടെ ദൈനംദിന ചെലവും വർദ്ധിപ്പിക്കുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് നഗരസഭ പുതുതായി നിർമ്മിച്ച അത്യാധുനിക മത്സ്യ മാർക്കറ്റ് മത്സ്യത്തൊഴിലാളികൾ കൈയൊഴിയുന്നു. 2 കോടി രൂപ ചെലവിൽ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിർമ്മിച്ച മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടന്ന് 1 വർഷം തികയും മുൻപാണ് ഇങ്ങനെയൊരു അനുഭവം. നിർമ്മാണത്തിലെ അപാകത കാരണം മലിനജലം കെട്ടിക്കിടക്കുന്നതിനാലാണ് മാർക്കറ്റിന് പുറത്ത് മത്സ്യവില്പന നടത്താൻ തൊഴിലാളികൾ നിർബന്ധിതരായത്.
ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കാസർഗോഡ് നഗരസഭയ്ക്ക് ആധുനിക രീതിയിൽ നിർമ്മിച്ച മത്സ്യ മാർക്കറ്റ് സ്വന്തമായത്. നിർമ്മാണം പൂർത്തിയാകും മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ അന്നത്തെ ഫിഷറീസ് മന്ത്രി കെ ബാബു മത്സ്യ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണത്തിലെ അപാകതകളെ തുടർന്ന് മാർക്കറ്റിനുള്ളിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. മലിനജലം ഒഴുകിപ്പോകുന്നതിന് മതിയായ ഓവുചാലുകളുമില്ല. മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ കൊതുക് വളർത്ത കേന്ദ്രം കൂടിയായി മാറി ആധുനിക മത്സ്യ മാർക്കറ്റ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി ആരോപിച്ചാണ് തൊഴിലാളികൾ ഇപ്പോൾ മത്സ്യ മാർക്കറ്റ് ഉപേക്ഷിച്ച് മത്സ്യവിൽപ്പന മാർക്കറ്റ് റോഡിലേക്ക് മാറ്റിയത്. സൗകര്യം 2 കോടി പിടിച്ചിട്ട് മാർക്കറ്റ് കേടാ ആകില്ലാതെ 10-25 പെണ്ണുങ്ങൾ മാർക്കറ്റിനുള്ളിൽ വെക്കുന്നു. ബാക്കിയെല്ലാം 10 വെച്ച് വെക്കുന്നു. മാർക്കറ്റിന് സൗകര്യമില്ല. നിങ്ങളത് അറിഞ്ഞു ചെയ്യേണ്ടതാണ്. ഇത് 1 വർഷം എടുക്കാറായി. ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യൂ? വളരെ ഇടുങ്ങിയതാണ് മത്സ്യ മാർക്കറ്റ് റോഡ്. ഇവിടെ തൊഴിലാളികൾ മത്സ്യവിൽപ്പന പുനരാരംഭിച്ചതോടെ മാർക്കറ്റിലേക്ക് മത്സ്യവുമായി വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 1 വർഷമായി പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധം ഉയരുന്നുണ്ടെങ്കിലും കാസർഗോഡ് നഗരസഭ തങ്ങളെ അവഗണിക്കുന്നതായാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലപ്പുറം കുറ്റിപ്പുറം KMCT കോളേജിലെ വിദ്യാർത്ഥി സമരം തുടരുന്നു. ഫീസ് കുത്തനെ കൂട്ടിയെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം കാരണം കോളേജിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടും അധികൃതർ ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. സമരത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. KMCT കോളേജിലെ ഈ സമരം 1.5 ആഴ്ച പിന്നിടുന്നു. പലപ്പോഴും കയ്യാങ്കളിയിലെത്തി, പോലീസ് ഇടപെട്ടു. പക്ഷേ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി കോളേജ് അധികൃതർ ഇതുവരെ ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. ഇപ്പൊ ഞങ്ങളെ ഫീസ് വർധന കൂട്ടിയതാണ്. 27,000 ആണ് ഇപ്പോ പറയണത്. 22,000 ശരിക്ക് ഗവൺമെന്റ് സീറ്റിൽ കയറിയവർക്കുള്ള ഫീസ്. 1.5 ആഴ്ചയോളായി ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട്. ഞങ്ങളുടെ സമരത്തിനെതിരെ ശക്തമായ നടപടിയെടുത്തിട്ടാണ് ഇവർ പോണത്. ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആ കുട്ടികളുടെ പരാതി പോലും സ്വീകരിക്കാതെ പരാതി കൊടുക്കാൻ ചെന്ന 10ഓളം വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിലാണ് SFIക്ക് ഈ സമരം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നത്. സർക്കാർ മെറിറ്റ് സീറ്റിൽ പ്രവേശനം നേടിയവരുടെ ഫീസാണ് മാനേജ്മെന്റ് കൂടിയാലോചന പോലുമില്ലാതെ ഉയർത്തിയത്. 22,500 രൂപയാണ് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ 27,000 അടയ്ക്കണമെന്നാണ് മാനേജ്മെന്റിന്റെ ശാഠ്യം. ഇക്കാര്യത്തിൽ തീരുമാനമാവാത്തതിനാൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.